സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവർണ നിയമം എന്നറിയപ്പെടുന്ന വാക്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്കും ചെയ്തു കൊടുക്കുവിൻ. ഈ വചനം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വളരെ ഹൃദ്യമായ ഒരു വചനമാണെന്ന് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ച് നമുക്ക് കാണാൻ കഴിയും. ഈ വചനവുമായി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ വളരെ ഉത്തമമായ ഉൾക്കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ വചനവുമായി നോക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായി, സ്വർഗത്തിൽ ദൈവപിതാവ് ആഗ്രഹിച്ചതെല്ലാം ഈ ഭൂമിയിൽ നിർവഹിക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി. തൻ്റെ പരിപൂർണമായ സമർപ്പണത്തിലൂടെ അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിച്ചു. അതിൻ്റെ പ്രതിഫലനമായിരുന്നു സ്വർഗത്തിൽ അദ്ദേഹത്തിന് ദൈവം നൽകിയ മഹത്വത്തിൻ്റെ കിരീടം. രണ്ടാമതായി, വിശുദ്ധ ഔസേപ്പിതാവ് മറ്റുള്ളവർ തനിക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതിലും കൂടുതലായി അദ്ദേഹം ചെയ്തു കൊടുത്തു. തൻ്റെ ആരോഗ്യവും ആയുസ്സും അവരിന് വേണ്ടി വ്യയം ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. ഈ സുവർണ നിയമം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? അവരിനു വേണ്ടി മുറിയാനും സ്വർഗത്തിൽ ദൈവവുമായി വ്യക്തമായ ബന്ധത്തിലാകുവാനും അദ്ദേഹം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഞാനും നിങ്ങളും എന്നുള്ള ബന്ധത്തിൽ നിന്ന് മാറി നമ്മൾ എന്നുള്ള ബന്ധത്തിലേക്ക് വളരാൻ ഔസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ നിസ്വാർത്ഥതയുടെ സാഹോദര്യത്തിൻ്റെ വക്താക്കളാകാൻ ഔസേപ്പിതാവിനോട് നമുക്ക് കൃപയാചിക്കാം. ഈ ചിന്തകളോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം.